അപ്പം മേക്കപ്പ് സാറ ഹെയറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സാരിയും കൂടെ ചെയ്യണം. അപ്പോൾ ഇനി സാരി നമുക്ക് ചെയ്യാം. വെയറിൻ്റെ സാരി ആയാലും ഇങ്ങനെ ഫ്ലീറ്റ് എടുക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് എളുപ്പത്തിൽ എടുക്കാനൊക്കെ പറ്റും. അഴിച്ചിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യണതെന്ന്. അപ്പം മനസ്സിലാവും, എളുപ്പമുണ്ടാവും നമുക്കിതൊക്കെ ചെയ്യാനായിട്ട്. മുന്താണി ഇങ്ങനെ ഫ്ലീറ്റ് എടുത്ത് വെക്കണം നല്ലതാണ്. നമുക്ക് നല്ല സുഖമായിട്ട് അവസാനം അഴിച്ചിടുമ്പോൾ നല്ല എളുപ്പത്തിൽ നല്ല ഭംഗിയിൽ കിട്ടാനായിട്ട് മുന്താണി ഇങ്ങനെ ഫ്ലീറ്റ് എടുക്കണം. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈ ഫസ്റ്റ് ലെയർ എടുക്കണത് നല്ല ടൈറ്റിൽ എടുക്കണം. എന്നിട്ടൊരു കറക്കം ഇങ്ങനെ. ഓക്കെ, ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ഇതിങ്ങനെ ടൈറ്റാക്കാൻ. അപ്പം നല്ല വിചാരിച്ച പോലെ നല്ല ടൈറ്റായിട്ട് കിട്ടും. ഇനി നമുക്കത് മാറ്റാം. ഇപ്പോൾ 1 ലെയറാണ് നമ്മൾ പാർട്ടി വെയറിന് നമ്മൾ 1 ലെയറാണ് സാരി ഉടുക്കാനായിട്ട് ഉദ്ദേശിക്കണേ. 1 ലെയർ ആകുമ്പോൾ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മുന്താണി ഫ്ലീറ്റ് ആവണ അത്രയ്ക്ക് മുന്താണി നമുക്ക് ആവശ്യമില്ല. അതിനാവുമ്പോൾ ഇത്രയ്ക്ക് മുന്താണി വേണം. ഇതാവുമ്പോൾ നമ്മുടെ കാലിൻ്റെ മുട്ടുണ്ടല്ലോ, കാലിൻ്റെ മുട്ടിനേക്കാളും കുറച്ചും കൂടെ താഴത്തേക്ക് വരാനേ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് അഴിച്ചിടുമ്പോൾ താഴേക്ക് ഇടുന്ന ഇങ്ങനെ ചുറ്റി വലിയും. അപ്പോൾ അങ്ങനെ ചുറ്റി വലിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു കണക്കുണ്ട്. കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ താഴത്തേക്ക് അത്രേ പാടുള്ളൂ. സ്ട്രെയിറ്റായിട്ട് പോകണം. നമുക്ക് ടൈറ്റായിട്ട് വലിച്ച് നമുക്കിവിടെ ഒരു പിന്നിടണം. നമ്മൾ പിന്നിടുന്നതൊക്കെ നല്ല ടൈറ്റ് ആവണം. അപ്പോഴാണ് നമുക്ക് ഇവിടെയൊക്കെ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. ഫ്ലീറ്റ് എടുത്ത് തുടങ്ങുമ്പോഴായാലും നമ്മൾ നന്നായി വലിച്ച് അവിടെ ടൈറ്റാക്കിയിട്ട് വേണം ഫ്ലീറ്റ് എടുത്ത് തുടങ്ങാൻ. ഫസ്റ്റ് ഫ്ലീറ്റ് ഒരെണ്ണം വീതിയിലെടുക്കുക, പിന്നെ അടുത്തത് ചെറിയ ചെറിയ ഫ്ലീറ്റുകൾ എടുക്കുക. അപ്പം നമുക്ക് കുറേ ഫ്ലീറ്റുകൾ ഇവിടെ കിട്ടും. ഞൊറികൾ ഇങ്ങനെ കുറേ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കുട്ടിക്ക് നല്ലോണം വണ്ണുണ്ട്. അതുകൊണ്ട് ഫ്ലീറ്റുകളൊക്കെ നമുക്ക് ഇറക്കി കൊടുക്കാം. സ്ലിമ്മായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഈ വരുന്ന ഫ്ലീറ്റുകളൊക്കെ നമുക്ക് ഇവിടേക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടെ നല്ല കുറച്ചും കൂടി വണ്ണം തോന്നിക്കും. പക്ഷേ ഈ മോൾക്ക് ഇവിടെ നന്നായിട്ട് കുറച്ച് ഇതുള്ള കാരണം ഈ ഫ്ലീറ്റുകളൊക്കെ ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ടൈറ്റായിട്ട് വലിച്ച് ഇവിടെ നല്ലോണം ടൈറ്റായിട്ട് അണ്ടർ സ്കേർട്ടും കൂടെ കൂട്ടി ഒരു പിന്നിട്ട് എടുക്കുക. കണ്ടോ, ഇവിടെ പിന്നിടുമ്പോൾ അണ്ടർ സ്കേർട്ടും കൂടെ കൂട്ടിയിട്ട് വേണം പിന്നിടാനായിട്ട്. ഇവിടെ നല്ല ടൈറ്റായിട്ട് നമ്മൾ ഇവിടെ ഒരു പിന്നിടുന്നത് നല്ല ടൈറ്റായിട്ട് ഇടണത് കൊണ്ട് പിന്നെ നമുക്കിവിടെ വേറെ ഷേപ്പ് ആക്കേണ്ട ഒരു ആവശ്യമൊന്നും വരില്ല. ഓരോ ഫ്ലീറ്റുകളും കുറച്ച് കുറച്ച് ഇങ്ങനെ മാറ്റി മാറ്റി കണ്ടോ എങ്ങനെ പിടിക്കാം. കണ്ടോ, ഒരു ഫ്ലീറ്റ് ഇവിടെ അതിൻ്റെ അടുത്തത് വെച്ചിട്ട് ഇവിടേക്ക് ഒരു പിന്നിടുമ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ ഫ്ലീറ്റുകളൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. കണ്ടു, നല്ല ഭംഗിയിൽ നിൽക്കും ഫ്ലീറ്റ്. ഓക്കെ, നമുക്ക് 1 ലെയറാണ് ഇടുന്നത്. 1 ലെയറിലാണ്
പാർട്ടി മേക്ക് വെയറാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ 1 ലെയറാണ് ഇടുന്നത്. ഒരുപാട് ഇതിങ്ങനെ കയറ്റി വെക്കാൻ പാടില്ല ഇവിടേക്ക് ഇങ്ങനെ, അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. എപ്പോഴും 1 ലെയർ ഇടുമ്പോൾ ഇത്രയ്ക്കേ പാടുള്ളൂ. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കിട്ടുക. ഇവിടേക്ക് ഒരു പിന്നിട്ടു, ഇവിടേക്കും കൂടെ നീക്കിയിട്ട് ഇവിടെയും കൂടി ഒരു പിന്നിടാം. 2 പിന്നിടണം നമ്മൾ. ഇവിടെയും ഒരു പിന്നിടണം, ഇവിടെ ഒരു പിന്നിടണം. അപ്പോഴാണ് സാരിയൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 ലെയറിൽ നമുക്ക് പിടിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാൽ കണ്ട ഈ 2-3 ഫ്ലീറ്റിന് ഇങ്ങനെ എടുക്കാം. ഇവിടേക്ക് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ഒരു പിന്നിട്ട് കൊടുക്കാം. ഈ ഇടുന്ന പിന്ന് നമുക്ക് എപ്പോഴും ഈ കൈത്തണ്ടയിലേക്ക് നിൽക്കണം. ഇവിടെ ഇടുന്ന പിന്ന് കണ്ടോ? അപ്പോൾ ഈ കൈത്തണ്ടയിലേക്ക് നിൽക്കുമ്പോൾ ഇവിടെയൊക്കെ നല്ല ടൈറ്റായിട്ട് നമ്മുടെ ബോഡി ഷേപ്പ് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ വേണ്ട നമ്മുടെ ബോഡിയുടെ ഷേപ്പ് നമുക്ക് നല്ല ഭംഗിയായിട്ട് ആ ബോഡി ഷേപ്പ് പോവില്ല, അങ്ങനെ കിട്ടും. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ പിടിക്കണമെങ്കിൽ പിടിക്കാം. അത് എങ്ങനെയായാലും നമ്മുടെ ഇഷ്ടം പോലെ. പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പിടിച്ചാലും കുഴപ്പമില്ല. എപ്പോഴും നമ്മൾ ഈ പിന്നിട്ടത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ കൈത്തണ്ടയിൽ വേണം ആ പിന്ന് വന്ന് കിടക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ഇവിടെ നിന്ന് നല്ല ടൈറ്റും കിട്ടുള്ളൂ. ടൈറ്റ് കിട്ടുമ്പോഴാണ് നമ്മുടെ ബോഡി ഷേപ്പ് നല്ല ഭംഗിയിൽ നമുക്ക് വരുള്ളൂ. ഇവിടെ ലൂസായി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫ്ലീറ്റ് ഇട്ടത് ഇങ്ങോട്ട് വന്നു എന്ന് വിചാരിക്കുക, കണ്ട ആ ഭംഗി കിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ ലൂസായി കിടക്കുമ്പോൾ ആ ഭംഗി കിട്ടില്ല. അതേ സ്ഥലത്ത് ഇത് അവരോട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയണം. ഈ പിന്നിട്ട് കൊടുക്കണത് എപ്പോഴും അവരുടെ കൈത്തണ്ടയിൽ ആ പിന്ന് വന്ന് കിടക്കണം. അപ്പോഴാണ് നമ്മൾക്ക് ഇവിടെ നമ്മുടെ ബോഡി ഷേപ്പ് നല്ല ഷേപ്പ് പോവാണ്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഫങ്ഷൻ കഴിയണവരിക്കും അവർക്ക് നല്ല സുഖമായിട്ട് അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 1 ലെയർ സാരി ഉടുക്കുന്നതും കണ്ടില്ലേ എങ്ങനെയാന്ന്? ഇഷ്ടപ്പെട്ടില്ല? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 2 മോഡലിനെ നമ്മൾ മേക്കപ്പ് ചെയ്തു, സാരി ഡ്രൈപ്പിംഗ് ചെയ്തു. നമ്മൾ പറഞ്ഞപ്പോൾ ഈ തവണ വളരെ സന്തോഷത്തോടു കൂടി തന്നെ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ സിന്ധു ചേച്ചിയും അതേപോലെ തന്നെ സാറയും വന്നിരുന്നു. എല്ലാം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അടിപൊളി ഒരു മേക്ക് ഓവറാണ് സത്യത്തിൽ ചെയ്തത്. സാരി ഡ്രൈപ്പിംഗ് ആണ് നമ്മൾ ഉദ്ദേശിച്ചതെങ്കിലും മൊത്തത്തിൽ പറഞ്ഞു വന്നപ്പോൾ നല്ലൊരു മേക്ക് ഓവറായിരുന്നു. അപ്പോൾ 2 പേർക്കും വളരെ നന്ദി. ഒപ്പം തന്നെ നമ്മുടെ ഒരാൾ മോഡൽ കൊല്ലത്തുനിന്നുള്ളായിരുന്നു, ദിവ്യ പോയി. ഇനി അടുത്ത ഉള്ള ഒരാൾ ഗ്ലാഡിസ്, അങ്ങനെയല്ലേ പിന്നെ നമ്മുടെ തന്നെ ഒരു കസ്റ്റമറുടെ മോളാണ്. ഞാനിങ്ങനെ ഒരു ഷൂട്ടിംഗ് പരിപാടി അറേഞ്ച് ചെയ്തപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു മെസ്സേജ് അമ്മ പറഞ്ഞിട്ടാണ് ചോദിക്കാൻ പറഞ്ഞിട്ട് എനിക്കത് ഭയങ്കര താല്പര്യമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു വന്നതാണ്. അങ്ങനെ ഗ്ലാഡിസ്. അപ്പോൾ മിഡാസിൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും മിഡാസിൻ്റെ ഭാഗത്തു നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി. ഇനി നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വരുന്ന വീഡിയോസിൻ്റെ താഴെ നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ സാരിയുടെയോ അല്ലെങ്കിൽ മേക്കപ്പിൻ്റെയോ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അഥവാ ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിച്ചാൽ മതി. പുതിയൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ ഇനിയും വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ സമാപിച്ചാലും ഇനി അടുത്തൊരു വീഡിയോ ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മൊത്തത്തിലൊന്ന് കയറി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. പ്രത്യേകിച്ചും എനിക്ക് വീണ്ടും പറയാനുള്ളത്, എനിക്ക് കുറേ കോഴ്സ് വരുന്നു. ഇത് അക്കാഡമിയാണെന്ന് വെച്ചിട്ട് അക്കാഡമി അല്ല, ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഒരൊറ്റ റൂഫിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഇവിടെ കൊച്ചിയിൽ മിഡാസിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഞങ്ങളെ സമീപിക്കാം. ഞങ്ങളുടെ കോൺടാക്ട്സും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നത് വരെ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ കൂടെ നമ്മുടെ ക്യാമറാമാൻമാരായിട്ടുള്ള ഉണ്ണിക്കുട്ടനും
നിതീഷ് ചേട്ടനും അതുപോലെ തന്നെ അജീഷ് ഉണ്ടായിരുന്നു. അജീഷ് സമയപ്പോൾ പോയെന്നേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഒപ്പം ഞാൻ സൈനിങ് ഓഫ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.